കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്ത ബാറോസ് എന്ന് പറയുന്ന സിനിമയുടെ 3D സിനിമയാണത്. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് കണ്ടിട്ട് വരാം. ആശീർവാദ് സിനിമാസ്. ആ ഡിഗാമ കൊട്ടാരത്തിനകത്തേ ഒരാട്ടാറ് ഭൂതമുണ്ട്. ഞാൻ ബറോസ്, നൂറ്റാണ്ടുകളായി നിധി കാക്കുന്ന ഭൂതം. ചോട്ട ഇസബെല്ല. കുറേ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. കാണാൻ നല്ല ലുക്കുണ്ടല്ലോ. ഇസബെല്ല എന്ന സുന്ദരി. മറ്റൊരാളെ ഓർത്ത് തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തില്ല മോളെ. അടുത്ത് കാണാം. മുട്ടയൊക്കെ അടിച്ചു വരുന്നായിരുന്നു. തിയേറ്ററിൽ കാണാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ. സൂപ്പർ. ട്രെയിലർ ഞാൻ കണ്ടു, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒത്തിരി നാളുകൾക്ക് മുമ്പ് അറിയാമല്ലോ, നമുക്ക് 3D സിനിമയായിട്ട് വന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തന. അതിനുശേഷം ഇപ്പം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു പടം ഇതായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ സിനിമ 3Dയിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഫുൾ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. പണ്ട് നമ്മൾ കണ്ടത് ഓർമ്മയില്ലേ, 3D സിനിമ കാണാൻ പോയപ്പോൾ, മൈ ഡിയർ കുട്ടിച്ചാത്തന കാണാൻ പോയപ്പോൾ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് കണ്ടത്. അതുപോലെ ഇതുപോലെ ആ സെയിം അത് തന്നെ ആയിരിക്കും. നമുക്ക് കണ്ണാടിയൊക്കെ വെച്ചിട്ട് തിയേറ്ററിൽ കാണുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിലാണ് അവരെടുത്തേക്കുന്നത്. അതായത് മോഹൻലാൽ ഒത്തിരി നാളത്തെ പ്രയത്നത്തിന് ശേഷമാണ് ഈ സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫാൻറ്റസി മാജിക് ആയിട്ട് നമുക്ക് വിഷൻ കിട്ടുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ മോഹൻലാലിൻ്റെ നമ്മൾ പഴയ സിനിമകളൊക്കെ കൊണ്ടുപോകുന്ന ഭയങ്കര ഒരു കഥ ഇതിനകത്തുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു അടിപിടി സീനൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇസ്പെറ്റിൽ നമ്മളത് പോയി കാണരുത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആസ്വദിക്കും. മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മുതിർന്നവർക്കും അതുപോലെ ആസ്വദിക്കാൻ പറ്റും. കാര്യം മറ്റേ സിനിമ മൈ ഡിയർ കുട്ടിച്ചാത്തൻ നമ്മളും കുട്ടികളും ഒക്കെ ഒരേപോലെ കണ്ട് തിമിർത്ത് ആഘോഷിച്ച പടമാണ്. കാരണം ഒരുപാട് കാലം അത് ഓടിയ പടമാണ്. ഇപ്പോഴും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ഇപ്പോഴും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എക്കാലവും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് കുറേ കാലം കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ഫീൽ ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതുപോലെ എക്സ്പെക്റ്റ് ചെയ്ത് വേണം അത് പോയി കാണാനായിട്ട്. അപ്പോൾ സിനിമ ഇറങ്ങുന്നത് ഡിസംബർ 25-നാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. ഈ സിനിമയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.